Hi guys, ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ബഡ്സ് ക്യൂവിൻ്റെ അൺബോക്സിങ് ചെയ്തായിരുന്നു, റിവ്യൂ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ, ഒരു ചെറിയൊരു റിവ്യൂ ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് ഒരാഴ്ചത്തോളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച്. സോ നമുക്ക് തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ആദ്യമേ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പാണ്. കാര്യം നിങ്ങൾക്കറിയാം, കമ്പനി 4.5 മണിക്കൂറാണ് പറയുന്നത് ബാറ്ററി ബാക്കപ്പ്. ഈ ഓരോ ബഡ്സിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് പറയുന്നത്. കാര്യം 40 mAh ബാറ്ററിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. സോ നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ 60% വോളിയത്തിലായിരുന്നു നമ്മൾ വെച്ചത്. നമ്മൾ പാട്ട് കേട്ടു, രണ്ട് സിനിമ കണ്ടു. കാര്യം 4 മണിക്കൂറൊക്കെ അടുപ്പിച്ച് പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒരു മണിക്കൂറോളം പാട്ട് കേട്ടു, അത് കഴിഞ്ഞ് 2 ഫിലിമും കണ്ടു. അപ്പോൾ ഏകദേശം ഒരു 4.5 മണിക്കൂർ ആയപ്പോഴും നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഏകദേശം ഒരു 10% ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ ചെറിയ പോസ്റ്റുകളും കാര്യങ്ങളും വന്നായിരുന്നു. സോ എന്തായാലും നമുക്കൊരു ജനറലി പറയുകയാണെങ്കിൽ ഒരു 60-70% വോളിയത്തിലാണ് നമ്മൾ പാട്ട് അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 4 മണിക്കൂർ എന്തായാലും കിട്ടും. 4.5 മണിക്കൂർ എന്നുള്ളത് നമ്മുടെ കേസിൽ പറഞ്ഞ പോലെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 4.5 മണിക്കൂർ എനിക്ക് കിട്ടിയ കേസിൽ ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്ക് കുറക്കേണ്ടി വരും. സോ 70% വോളിയത്തിലാണെങ്കിൽ 4 മണിക്കൂർ എന്തായാലും കിട്ടണം. സോ ഇനിയത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയറിങ്ങിൻ്റെ കാര്യം. പെയറിങ് ഒരു ഫാസ്റ്റ് പെയറിംഗ് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു 2 to 3 സെക്കൻഡിൻ്റെ ഡിലേ എന്തായാലും ഉണ്ട്. അതായത് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് നമ്മുടെ ചെവിയിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് പെയറിങ് ആവുന്നത്. ചില സമയത്ത് അത് ഫാസ്റ്റാണ്, ചില സമയത്ത് സ്ലോ ആണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. സോ ആ ഒരു ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. പിന്നീടുള്ള ടച്ച് റെസ്പോൺസിൻ്റെ കാര്യം. ടച്ച് റെസ്പോൺസ് നമ്മൾ ബഡ്സ് എയർ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നു നല്ലപോലെ ഹിറ്റ് ആൻഡ് മിസ് ഉണ്ടായിരുന്നു അതിൽ. സോ ഇതിലും ഹിറ്റ് ആൻഡ് മിസ്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 പ്രാവശ്യവും നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടും, 3 പ്രാവശ്യം ചിലപ്പോൾ മിസ്സാവുമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലോസി സർഫസിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടച്ച് സെൻസർ ഇരിക്കുന്നത്. സോ നമുക്കിതറിയാം, നല്ല ഓവൽ ഷേപ്പ് കുറേ ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ടച്ച് ചെയ്യണമെന്നില്ല. സോ അതുകൊണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു ചെറിയൊരു മിസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഏകദേശം കറക്റ്റായി. കാര്യം നമുക്ക് ഏകദേശം അറിയാം എവിടെയായിട്ടാണ് ടച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതുകൊണ്ടായിരിക്കാം കറക്റ്റ് ആയത്. ഇതല്ല, ആ ഗ്ലോസി സർഫസിൽ ടച്ച് നമ്മൾ ടാപ്പ് ചെയ്താൽ മാത്രമേ അത് രജിസ്റ്റർ ചെയ്യുള്ളൂ. അവിടെയാണ് ആ സെൻസർ ഉള്ളത്. പിന്നീട് പറയാനുള്ളത് ഗെയിമിങ്. അതെ, ഗെയിമിങ് ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡ് ഉണ്ട് ഈ സാധനത്തിൽ. അത് നമുക്ക് ബഡ്സ് ഇപ്പോൾ ചെവിയിൽ വെച്ചിട്ടാണെങ്കിൽ 2 ഒരേ സമയം 2 സെക്കൻഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സൗണ്ട് കേൾക്കും. അത് കേട്ട് കഴിയുമ്പോൾ അറിയാം നമുക്ക് ഇത് ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡിലോട്ട് വന്നത്. അതുപോലെ തന്നെ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കും. അതിനർത്ഥം ഗെയിം മോഡിന് എക്സിറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ ആപ്പ് വഴി, റിയൽമിയുടെ ലിങ്ക് ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഗെയിം മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം സംഭവിക്കും. സോ നമ്മൾ ഗെയിം കളിക്കാൻ നേരത്ത് അത് ഓൺ ചെയ്തിട്ട് നമുക്ക് കളിക്കാം. ഒരു കാഷ്വൽ ഗെയിമിങ്ങിന്, ഡിലേയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കാഷ്വൽ ഗെയിമിങ്ങിനാണെങ്കിൽ ഓക്കെ. അല്ലാതെ എന്താ പറയുക, സീരിയസ് ആയിട്ട് ഉള്ള ഗെയിമിംഗ് ആണെങ്കിൽ ഇപ്പോൾ PUBG ഒക്കെ നല്ല സീരിയസ് ആയിട്ട് കളിക്കുന്ന ടീമുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ വയർലെസ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ ഞാൻ പ്രിഫർ ചെയ്യില്ല. കാര്യം അവിടെ എന്തൊക്കെ നല്ലൊരു ചെറിയൊരു ലേറ്റൻസി എങ്കിലും ഉണ്ടാവും. സാധാരണ നോട്ടീസ് ചെയ്തില്ലെങ്കിലും അങ്ങനെ ഇതായിട്ട് കളിക്കുന്നവർക്ക്, അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കളിക്കുന്നവർക്ക് എന്തായാലും നോട്ടീസ് ചെയ്യും. സോ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഒരു വയേർഡ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ഗെയിമിങ്ങിന് എപ്പോഴും വയേർഡ് ഹെഡ്സെറ്റാണ് നല്ലത്. അതുമാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഇത് മേടിക്കരുത്. സോ കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചിലവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ കോൾ ക്വാളിറ്റിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നോയിസ് ക്യാൻസലേഷന് വേറെ സെക്കൻഡറി മൈക്രോഫോണൊന്നുമില്ല. ഓരോ ബഡ്സിലും ഓരോ മൈക്രോഫോണാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ വല്ലവരും ഹോൺ അടിച്ച് പോയിക്കാൻ ആ ഹോൺ അടിയൊക്കെ അപ്പുറത്തിരിക്കണം നല്ലപോലെ കേൾക്കും. സോ അതിൽ വലിയ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് നോയിസ് എല്ലാം കേൾക്കും. സോ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ പറയുന്നതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. മൈക്ക് എന്തായാലും നല്ല പവർഫുൾ ആയിട്ടുള്ള മൈക്കാണ്. കാര്യം ഞാൻ വീടിൻ്റെ പുറത്ത് വെറുതെ വരാന്തയിൽ നിന്നിട്ട് തന്നെ വിളിച്ചിട്ട് തന്നെ പുറത്തു കൂടെ ഒരു വണ്ടി പോയപ്പോൾ അപ്പുറത്ത് ശേഷം ചോദിച്ചു, വണ്ടി എന്താ അത്ര അടുത്ത് കൂടെയാണ് പോകണത്. സോ അത്രയ്ക്ക് നല്ല രീതിയിൽ സൗണ്ടുകളൊക്കെ, സറൗണ്ട് വോയിസ് വരെ എടുക്കുന്നുണ്ട്. സോ എങ്ങനെയായിരിക്കും എന്നുള്ളത് പുറത്തൊരു തിരക്കുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് അത്ര ആപ്റ്റായിരിക്കുമെന്ന്. കാര്യം എല്ലാ സൗണ്ടും വരെ കേൾക്കും. സോ അല്ലാതെ സൗണ്ട് കേൾക്കാതിരിക്കാനുള്ളൊരു ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. വിളിക്കുമ്പോൾ കോൾ ക്വാളിറ്റിക്ക് എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതെന്തായാലും പറയണമെന്ന് തോന്നി.
സോ ഇനി നമുക്ക് നമ്മുടെ ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയാം. സോ കാര്യം നമ്മൾ ഒരു ഇയർഫോൺ എടുക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടൊരു സാധനമാണ് ഈ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ. സോ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയണം അല്ലേ. സോ ഇതിലറിയാം 10mm ബാസ് ഡ്രൈവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാസിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളിയാണ്, നല്ല ബാസ് ഉണ്ട്. സോ ബാസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു നോർമലി എന്താ പറയുക ബാക്കിയുള്ള ഒരു നോട്ടുകളെല്ലാം ഏകദേശം കുഴപ്പമില്ല. ഞാൻ അത്ര ഓഡിയോ എക്സ്പേർട്ടൊന്നും അല്ല. സോ എന്തായാലും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഹായ് ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ല ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ കാണുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ അകത്തല്ല. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നൈസായിട്ട് ചെറിയൊരു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനുള്ള സാധനങ്ങളൊക്കെ വരുമോ എന്നുള്ളത് പോലും നമുക്കറിയാൻ പാടില്ല. നിങ്ങൾക്കറിയാം ഞാൻ മെയിനായിട്ട് മേടിക്കാറുള്ളത് അലി എക്സ്പ്രസ്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആയിരുന്നു. അത് നേരത്തെ തന്നെ അടച്ച് ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒരു സാധനവും ഇപ്പോൾ വരുന്നില്ല, കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടില്ല എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ലൊക്കാലിറ്റിയൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് നൈസായിട്ട് അടച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്ഥിതി എന്നുള്ള അറിയാൻ പാടില്ല. അപ്പോൾ ആമസോൺ വഴി ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വരുമോ എന്നുള്ള അറിയാൻ പാടില്ല. എന്തായാലും ഒരു അപ്ഡേറ്റ് തന്നെ ഒന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും വീഡിയോയിലേക്ക് എന്തെങ്കിലും ഡിലേ കാണുന്നതിനുണ്ടെങ്കിൽ ഓക്കെ പോട്ടെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ഡിലേ കാണുന്നുണ്ടെന്ന് മനസ്സിലായിക്കോളുക. ഇത് തന്നെയാണ് സംഭവം, കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ അകത്ത് പെട്ടിരിക്കണേ എന്നുള്ളത്. എന്തായാലും ഇതിന് ബഡ്സ് ക്യൂവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും ചോദിക്കാം. സോ എന്തായാലും നെക്സ്റ്റ് വീക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരത്തേക്കും ബൈ.